ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളി 6ഓളം മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്നത് ടോവിനോ തോമസിന്റെ നരിവേട്ട തന്നെയാണ്. 2003 കേരളം കണ്ട അതിക്രൂരമായ ആദിവാസി വേട്ടയാണ് മുത്തങ്ങ സംഭവം. അക്കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും കേരളമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം കേവലം 2.5 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമുള്ള സിനിമ എന്ന അഭ്രപാളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അക്ഷമരായി ആദ്യാവസാനം വരെ കണ്ട് കൈയടിക്കാമെങ്കിൽ ആ കയ്യടി സംവിധായകനായ അനുരാജ് മനോഹർ, അതിന്റെ തിരക്കഥാകൃത്തായ അബിൻ ജോസഫ്, ചിത്രത്തിലെ പ്രധാന താരം ന്യൂക്ലിയസ് ആയ ടോവിനോ തോമസ് തുടങ്ങി സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ എന്നിങ്ങനെ ഈ നരിവേട്ട എന്ന സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും നിലയ്ക്കാത്ത കയ്യടി ഏറ്റുവാങ്ങാം. അത്തരത്തിലൊരു സിനിമയായാണ് നരിവേട്ട എടുത്തു വെച്ചിരിക്കുന്നത്. ടോവിനോ തോമസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമകളിലൊന്നായി നരിവേട്ട മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതിയോടെ തന്നെ പോസിറ്റീവ് അഭിപ്രായം സിനിമ നേടിയെടുത്തപ്പോൾ രണ്ടാം പകുതി ഹെവി പോസിറ്റീവ് കൂടി നേടിയെടുത്തോടെ പ്രത്യേകിച്ചും രണ്ടാം പകുതിയിലെ സുരാജിന്റെയും ചേരന്റെയും ആര്യ സലീമിന്റെയും ഒക്കെ പെർഫോമൻസ്, പിന്നെ ഗംഭീര ക്ലൈമാക്സ്, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഓരോ സാങ്കേതിക മികവും എടുത്തു പറയേണ്ടതാണ്. ഇതൊക്കെ ഒപ്പിയെടുത്ത വിജയിന്റെ ക്യാമറ, ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്, പിന്നെ ജേക്സ് വിജയുടെ അമ്പോ അടിപൊളി സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെ സിനിമ മൊത്തത്തിൽ എഫക്റ്റീവ് കിടിവാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ വേടനുമത്തുള്ള ജേക്സ് വിജയുടെ വാടാ വേട പ്രോമോ റിലീസിന് മുമ്പ് തന്നെ വൈറൽ സോങ് ആയി മാറിയിരുന്നു. അങ്ങനെ മെയ് 21 ഇന്ന് വെള്ളിയാഴ്ച മലയാള സിനിമയ്ക്ക് നരിവേട്ട എന്ന മികച്ച ഇമോഷണൽ പൊളിറ്റിക്കൽ ഡ്രാമ സിനിമ ലഭ്യമായിരിക്കുകയാണ്. ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ ബുക്ക് മൈ ഷോയിൽ മികച്ച ട്രെൻഡിങ്ങോടെ ബുക്കിംഗ് തുടരുകയാണ്. വൈകുന്നേരത്തോടെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതാണ്. ഇന്ന് തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു മലയാള സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. സമീപകാലത്തൊക്കെ ചവർ പോലെ ധ്യാൻ ശ്രീനിവാസന്റേതായി ഒട്ടനവധി സിനിമകൾ വന്ന് പരാജയപ്പെട്ടു പോയെങ്കിലും നിലവിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ഇന്ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി ഇത് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിങ്ങനെ 2 പേർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. മികച്ച ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്ന നിലയിൽ ആദ്യം മുതൽ അവസാനം വരെയും പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നതിന് വേണ്ടിയുള്ള ഈ നവാഗത സംവിധായകരുടെ പരിശ്രമം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയെക്കുറിച്ച് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. പൊതുവെ മികച്ച ത്രില്ലും സർപ്രൈസും നൽകുന്ന ഈ സിനിമയ്ക്ക് അതിഗംഭീരമായ ക്ലൈമാക്സും കൂടി കിട്ടിയതോടെ പ്രേക്ഷകർ ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ സിനിമ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് നിലവിലെ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് സൂചിപ്പിക്കുന്നത്. ഈ സിനിമയുടെയും ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തു വരുന്നതാണ്. നിലവിൽ തമിഴ്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകൾ ഇന്ന് തിയേറ്ററിൽ വന്നെങ്കിലും നിലവിൽ ഈ 2 സിനിമകളുടെ അഭിപ്രായ ഗതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.